ഗ്രാമീണ പശ്ചാത്തലമുള്ള ഹാസ്യ നാടകമാണ്. പശുവിൻ്റെ കുളമ്പ് രോഗം അല്ലെങ്കിൽ ഹൂഫ് ഇൻഫ്ലമേഷൻ ട്രീറ്റ് ചെയ്യുവാൻ വരുന്ന ഒരു ഡോക്ടറും പശുത്തൊഴുത്തും പരിസരവുമാണ് കഥയുടെ പശ്ചാത്തലം. എവർഗ്രീൻ പ്രൊഡക്ഷൻസ് ഒരുക്കുന്ന ഈ തകർപ്പൻ ഹാസ്യ നാടകത്തിൽ അണിനിരക്കുന്നു ബിന്ദു അലക്സാണ്ടർ, സിസി മാത്യു, റോസി ഡാനിയൽ, സുജിത് ജോസഫ്, മേരി എബ്രഹാം ആൻഡ് ഷിബ മാത്യു. നേതൃത്വം നൽകിയത് ജിബി അലക്സ്. ഞങ്ങൾ ആരംഭിക്കട്ടെ, നിങ്ങൾ ആസ്വദിച്ചാലും. കൊച്ചുവെളുപ്പംകാലത്ത് ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുന്നു? ദൈവമേ, ഇത് എവിടെ പോയതാണോ എന്തോ? അല്ലേ ഏട്ടാ, ഈ കൊച്ചുവെളുപ്പംകാലത്ത് ചേട്ടൻ ഇത് എവിടെ പോയതാ? പുല്ല് പറിക്കാനോ? എവിടെ? കാണാൻ പോയതല്ലേ? ഞാനേ സുരേഷിന്റെ അനിയല്ലേ മറ്റേ ഉണ്ണി, ഞാൻ പുല്ലും പറിച്ചിട്ട് വരുന്ന വഴിക്ക് ഉണ്ണീടെ പല്ല് ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവിടെ രണ്ട് പല്ലിങ്ങനെ മുന്നോട്ട്, ചേട്ടാ പറയുന്ന കേക്ക്, രണ്ട് പല്ല് മുന്നിലോട്ട് തള്ളിയിരിക്കുന്നത് നിങ്ങളിങ്ങനെ കളിയാക്കി ചിരിക്കരുത്. നിങ്ങൾ കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ അവസ്ഥ നമുക്കും വരും. ഉറപ്പാണ്. എനിക്ക് നാളെ മുകേഷ് അംബാനിയെ കളിയാക്കാം. അങ്ങനെ ആവട്ടെ. ഞാൻ കട്ടൻ ചായ അല്ല, രണ്ട് പശുവുള്ള വീട്ടിലെ കട്ടൻ ചായ എനിക്ക് എനിക്ക് കറക്കാനൊന്നും അറിയത്തില്ല. പശുവിനെ കറക്കാൻ ആളെ കൊണ്ടുവരണം. പശുവിനെ കറക്കാൻ ഞാൻ ഒരു പൈന വിളിച്ചാൽ ഒരു അണ്ണാ ഞാൻ വരാത്ത എന്റെ കുറ്റോ? എന്താ എനിക്ക് എന്റെ പാല് പിടിച്ച് കറക്കാറിയ അല്ല, എനിക്ക് കറക്കാറിനൂടാ. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നീ എന്തുകൊണ്ട് പഠി പശുവിന്റെ ആകടെ കിടന്ന് വീങ്ങി ഒന്ന് കണ്ടില്ലയോ? അതിനെ കറക്കാൻ ആളില്ലാത്തോണ്ട് കാലം പറഞ്ഞു കേട്ടോ. പശുവിനെ കറക്കാൻ ആളെ കൊണ്ട് സ്വഭാവം മറക്കാം. മനുഷ്യന്റെ മുമ്പായിട്ട് അലക്കല്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ? അടുത്ത ജന്മം നീയായിട്ടൊന്ന് ജനിച്ചാൽ മതിയായിരുന്നടാ. അങ്ങനെയെങ്കിലും ഒന്ന് പേടിയാക്കാൻ. എന്തായാലും ഇരിക്കട്ടെ, സംഭവം ഇരിക്കട്ടെ. പാൽച്ചായ കൊണ്ടുവരോ? ഇനി ഉടക്കോ? കുളിക്കാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാ? അയ്യോ, ഡോക്ടർ വരുന്നു. എന്റെ അമ്മണിയുടെ കുളമ്പ് നോക്കിക്കേ. ഈ കുളമ്പ് കണ്ടോ? ഒന്നുമില്ലടാ, ഒന്നുമില്ല നിനക്ക്, ഒന്നുമില്ല. കുളമ്പിന് എന്തോ അസുഖമുണ്ട് ഡോക്ടർ. സാർ വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഒന്നും പേടിക്കാനില്ല. കുളമ്പിന് എന്ത് പറ്റി? കുളമ്പിന് എന്തോ അസുഖമുണ്ട്. അല്പം ചാണകം കൊടുത്തോണ്ട് വരും. ചാണകം എന്തിനാ ഡോക്ടറെ? ചാണകം കൊണ്ടുവരൂ. പറയുന്നത് കേട്ടാ മതി. കുളമ്പിനാണ് പ്രശ്നം എന്നല്ലേ പറഞ്ഞത്? കുളമ്പ് രോഗമാണ്. ഡോക്ടറെ, കുളമ്പ് രോഗത്തിന് ഇപ്പൊ എന്തോ ചെയ്യണ്ടേ? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ക്യൂട്ടക്സ് ഇരിപ്പുണ്ടോ? ക്യൂട്ടക്സ് ഉണ്ട്. ക്യൂട്ടക്സ് എടുത്തിട്ട് ഇതിന്റെ 4 കുളമ്പിലും നന്നായിട്ട് തേച്ചാൻ കുടിപ്പിച്ചാരേ. അപ്പൊ കുളമ്പ് രോഗം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു മനുഷ്യനും അറിയില്ലല്ലോ. ഒരല്പം നിന്റെ കാലിൽ തേച്ചാരേ. അതെന്തിനാ ഡോക്ടറെ? അതാ കുഴിനകമാണ്, മൊത്തം കുഴിനകമാണ്. അയ്യോ, അത് ചാണകത്തിൽ ചവിട്ടുന്നോണ്ടാ. സ്വന്തം ഭർത്താവിനെ അങ്ങനൊക്കെ വിളിക്കാത്ത ചാണകം എന്നൊക്കെ. ഡോക്ടറെ, അമ്മണി ആഹാരം ഒന്നും കഴിക്കുന്നില്ല. അമ്മണി ആഹാരവും കഴിക്കുന്നില്ല. ആഹാരം കഴിക്കുന്നില്ലേ? ഇല്ല. ഒരല്പം പിണ്ണാക്കിരിപ്പുണ്ടോ? പിണ്ണാക്കുണ്ട്. പിണ്ണാക്ക് എടുത്ത് കൊടുക്കും. അയ്യോ, ഇതിലിരുന്ന് പിണ്ണാക്ക് എന്തിയേ? അയ്യോ, പിണ്ണാക്ക് കാണുന്നില്ല ഡോക്ടറെ. പിണ്ണാക്ക് കാണുന്നില്ലെന്നോ? പിണ്ണാക്ക് കാണുന്നില്ല. ഇതിലിരുന്ന് പിണ്ണാക്ക് കണ്ടായിരുന്നോ? അയ്യോ, ഞാൻ കഴിച്ചു.
പിണ്ണാക്കായിരുന്നു. ഞാൻ കരുതി പഴങ്കഞ്ഞിയായിരിക്കുന്നു. എനിക്ക് ഇത് പശുവിന് ഒരേ പാത്രത്തിലാണ് തരുന്നത്, അതാണ് സംഭവിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് പശുവിന്റെ മെനു എങ്ങനെയാണ്? അയ്യോ, എന്താ നിങ്ങൾ ഈ നോക്കുന്നത്? എന്താണ് മെനു? അതിന്റെ അടിയിലാണോ മനു ഇരിക്കുന്നത്? കോട്ടെ, ഈ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന്റെ ആഹാരക്രമങ്ങളൊക്കെ എങ്ങനെയാണ്, അത് കറക്റ്റാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നത്, ഞാൻ രാവിലെ നല്ല പച്ച, അതായത് മഞ്ഞ് വീഴുന്ന പുല്ലുണ്ടല്ലോ, നല്ല മഞ്ഞിലകൾ വീഴുന്ന നല്ല പച്ച പുല്ല്, ഇളം പുല്ല്. ഇളം പുല്ല്. നീ ആടാ ക്ഷീര കർഷകൻ? ഇല്ല സാർ, ഞാൻ ക്ഷീര കർഷകനല്ല, പശുവിനെ വളർത്തുന്ന. ക്ഷീര കർഷകൻ, ക്ഷീരം നോക്കാൻ പാല്, ഈ പാല് തരുന്ന പശു, അതാണ് കർഷകൻ. പച്ചപ്പുല്ല്, പച്ചപ്പുല്ലാണ് കൊടുക്കുന്നത്. ഉച്ചക്ക് എന്താണ് കൊടുക്കുന്നത്? ഉച്ചക്ക് ഈ പച്ചപ്പുല്ലൊന്ന് വാടും, പച്ചപ്പുല്ല് വാടും, അതാണ്. അപ്പൊ വൈകിട്ടോ? വൈകുന്നേരം അത് കരിയും, അത് പശുവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പശുവിന് ആഹാരം കൊടുക്കുന്നത്? പശുവിന് ആഹാരം ഇനി നാളെ മുതൽ 500 കൊടുക്കാം, എന്തെങ്കിലും കാണിച്ച് കഴിക്കട്ടെ. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്. പശുവിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്കൊരു സംശയം. എന്താണ്? സംശയമല്ല, അറിയാനുള്ള ആഗ്രഹം. ആഗ്രഹം കൊണ്ട് ചോദിച്ചോളൂ. ഈ പശു കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഇല്ല, അതെങ്ങനെയാണെന്ന് കോമഡിയാണോ ചിരിക്കുന്നത്? അല്ല, അത് എത്ര ലാഘവത്തോടെ ഞാൻ കാണുന്നു എന്നുള്ളതാണ് ആ ചിരിയിൽ നീ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് പ്രസവം കണ്ട ആളാണ്. ഈ പശു പ്രസവിക്കുമ്പോൾ ആദ്യം പശുക്കിടാവിന്റെ തലയാണ് പുറത്തേക്ക് വരുന്നത്. തല പുറത്തേക്ക് വരും. കേട്ടോ. അത് കഴിഞ്ഞ് കൈ പുറത്തേക്ക് വരും. കൈ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് ഉടല് പുറത്തേക്ക് വരും. അതിനുശേഷം കാല് പുറത്തേക്ക് വരും. പിന്നെയാണ് വാല് പുറത്തേക്ക് വരുന്നത്. പ്ലക്ക് എന്നും പറഞ്ഞു വരും. ആണല്ലേ? ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുന്നപ്പോഴാണ് തലയും വാലും കാലും എല്ലാം കൂടെ ഒന്നിപ്പിക്കണം. അങ്ങനല്ലേ? അറിഞ്ഞൂടാ. തലയും വാലും എല്ലാം ഒന്നിച്ചല്ലേ വരുന്നത്. പിന്നെ എന്തോ യന്ത്രമാണോ വരുന്നത്? പിന്നെ പറഞ്ഞാ പോലെ ഒറ്റ പ്രസവം. അല്ല ഡോക്ടർ, എനിക്ക് ഏറ്റവും വലിയ സംശയം, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താണ്? നമുക്ക് പശു പാല് തരുന്നു. പാല് തരുന്നുണ്ട്. ഈ പാൽപ്പൊടി എങ്ങനെ പശു തരുന്നു? എനിക്കത് ഡൗട്ടാണ്. പാൽപ്പൊടി പശു തരില്ലേ? പാൽപ്പൊടി പശുവാണോ? പശുവാണ് തരുന്നത്. അതായത് നമ്മൾ ഈ പശു നമുക്ക് പാല് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാടിയും പിണ്ണാക്കും എല്ലാം കൊടുക്കണം. എല്ലാം കൊടുക്കണം, എടുത്താലേ പാല് തരുള്ളൂ. അപ്പൊ ഒരാഴ്ച ഇതൊന്നും കൊടുക്കരുത്. വെള്ളമൊന്നും കൊടുക്കരുത്. ഒന്നും കൊടുക്കരുത്. കൊടുക്കാതിരിക്കുമ്പോ പാൽപ്പൊടി കിട്ടും. അതങ്ങനെ കറന്നാണ് വെക്കുന്നത്? അല്ലല്ല, പിന്നെ നമ്മൾ മുഖത്തുനിന്ന് പൗഡർ എങ്ങനെയാണ് എടുക്കുന്നത്? അതേപോലെ അകിടി ഇങ്ങനെ കുടഞ്ഞെടുക്കണം. പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ പേടിക്കണം, അത് ഇടിക്കും. മണി പേടിക്കണ്ട, മാമൻ പതുക്കെ കുത്തത്തുള്ളേ. മണി പേടിക്കണ്ട കേട്ടോ, മാമൻ പതുക്കെ കുത്തത്തുള്ളേ. അമ്മയുടെ അനിയനാ? ഒന്നുമില്ല. അതിന്റെ മുക്കാറിലൊന്ന് പിടിച്ചടാ. അതെ, പിടിവിടല്ല കേട്ടാ. ദൈവം പറഞ്ഞ പോരാട്ടമാണ്. ഓട്ടടി മുത്ത് ഗോക്കളെ മേച്ചും കളിച്ചും ഗോക്കളെ മേച്ചും ഗോക്കളെ മേച്ചും ഗോക്കളെ മേച്ചും. ഈ ഗോക്കൾ കളിച്ച മാച്ച് ഏതാ? സിറ്റുവേഷൻ സംഗീതം കൂട്ടാ. അന്നേരത്തേക്ക് ചുമ്മാ സിറ്റുവേഷൻ പാടുക എന്നുള്ള ഒരു പ്രത്യേക ക്രൈസല്ലേ. ഒരു മിനിറ്റ്, അപ്പനും അമ്മയും കേൾക്കാൻ വേണ്ടി പറയാ. കുട്ടിയെ വിളിക്കുവായിരുന്നെങ്കിൽ സംഗീതത്തിന്റെ 4 അക്ഷരം പറഞ്ഞു കൊടുക്കായിരുന്നു. കുറെ നാളായി പഠിപ്പിക്കണം. എനിക്ക് മോളെ
നിങ്ങളൊരു കാര്യം ചെയ്യും. ഒരു വെറ്റിലടക്കാൻ കൊടുത്ത അതിനും ഇവിടെ ഞാൻ അതിനെ പഠിപ്പിക്കാൻ വന്നാണോ ഇതിനെ പഠിപ്പിക്കാൻ വന്നാണോ? നിങ്ങളെ സംഗീതം ഇതിന് മാത്രമേ മനസ്സിലായുള്ളൂ. മോളെ ആഞ്ഞു പിടിച്ചോണം കേട്ടോ. കിട്ടണോടത്ത് വെച്ച് പിടിച്ചോണേ. ഭൂലോക ഭൂലോക വൈകണ്ഠ വൈകണ്ഠ ഭൂലോക ഭൂലോക വൈകണ്ഠ. വൈകുണ്ഠ എന്നല്ലേ? അത് പാട്ടില് അതങ്ങനെയായിരിക്കും. പക്ഷെ 3 മാസമായി ഫീസ് തന്നിട്ട് അത് തരാൻ വൈകണ്ടാന്നായി പറയണത്. ഫീസും ഇല്ല, ചുമ്മാ എന്ന് പാട്ട് പാടിയാൽ മതി. ഭൂലോക ഭൂലോക വൈകുണ്ഠ വൈകുണ്ഠ പൂരവാസനേ. വാസനേ. നമ്മളെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടൽ പോലെ കിടക്കും. നമ്മൾ അതിനകത്ത് ഇറങ്ങി കുളിച്ച് കയറി പോരണം. തോർത്തിയാലും കുഴപ്പമില്ല, തോർത്തിയില്ലാലും കുഴപ്പമില്ല. അപ്പം അടുത്തൊരു സാധനം മാഷ് ഇത് ഇത്ര ടഫാ മാഷ്, എനിക്ക് കിട്ടുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കുറഞ്ഞ ഏതെങ്കിലും മാഷന്മാരെ വിളിക്കണം. എന്നാ ടഫ് ആയിരുന്നവനെ വിളിച്ചു കഴിഞ്ഞാൽ ടഫ് തന്നെ സാധനോട് കൂടും. ഇതെന്നാ കൊച്ചിനേക്ക് ചെമ്പൈ കുന്നിരുത്തി പാടിക്കാനുള്ള നല്ല ഉന്നതരായ ഗായകർ തന്നെ. അവിടെ നല്ല കിടുക്കൻ സാധനം ഞാൻ വിടാൻ പോണത്. അല്ല, ആദ്യം എളുപ്പമുള്ള പറഞ്ഞോടാ. അത് പഠിച്ചിട്ട് മോള് എളുപ്പമുള്ളതല്ല, ഇത് പഠിച്ചു വരുമ്പോ എളുപ്പമായിക്കോളും. എളുപ്പമുള്ള പറഞ്ഞോട്. പിടിച്ചോ. കുക്കുരു കുക്കുറുമ്പൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ചു, നാക്കിൽ വെള്ളം കൊതിച്ചു, കൊമ്പത്ത് നോക്കി നിന്നു. സരിക അതിന് കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ചു, നാക്കിൽ വെള്ളം കൊതിച്ചു, കൊമ്പത്ത് നോക്കി നിന്നു. ഇതൊക്കെ ചെമ്പേ പോയി പാടിയാണ്ടല്ലോ മോളെ. അഭിനന്ദനത്തിന്റെ പെരളിയായിരിക്കും, അറിയാമോ? ഇത് ഏത് രാഗം? ഇത് രോഗമാണ്. തലയിൽ അമിതമായി മുടി വളരുന്ന ഒരു രോഗമാണ്. പക്ഷേ എനിക്ക് സംഗീതത്തിനെ കുറിച്ചൊക്കെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. മിടുക്കി. സംഗീതത്തിൽ സംശയമുള്ളതല്ല, ആ സംശയങ്ങൾ തീർത്ത് വേണം ഒരു നല്ല ഗായികയായിട്ട് മാറാൻ. ചോദിക്കട്ടെ അല്ലേ മാഷേ, നമ്മൾ ഈ സംഗീതം പഠിക്കുമ്പോഴേ അതിൽ ഭക്ഷണത്തിന്റെ കുറെ അടുക്കും ചിട്ടയില്ല, അതെങ്ങനെയാ? കറക്റ്റ് കാര്യം നമ്മൾ ചോദിച്ചു. ഒരു ശിക്ഷ ചോദിക്കേണ്ട കാര്യം തന്നെയാ. ഭക്ഷണം ചുമ്മാ വലിച്ചു വാരി കഴിക്കരുത്. നമ്മുടെ ശബ്ദം പോകും, തൊണ്ട പോകും. തൊണ്ട എപ്പോഴും ബാലൻസ് ചെയ്യണം. നമ്മൾ നേരമ്പെടുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെറും വയറ്റിൽ ഇത്തിരി പരുത്തിക്കൊണ്ടും ഇത്തിരി തേങ്ങാ പിണ്ണാക്കും കടലമാകുന്ന അടുക്കളയിൽ ഇഷ്ടം പോലെ പാല് കിട്ടും. പാല് കിട്ടാൻ ഇതിൽ പറ്റും വേറെ ഒരു മരുന്നില്ലടോ. എഴുതി വെച്ചോ, നോട്ട് ചെയ്തോ. പരുത്തി പിണ്ണാക്കം. അല്ല മാഷേ, മാഷി തമിഴ്നാട്ടിലൊക്കെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി പോകൂലേ? അപ്പൊ മാഷിന് എന്ത് കിട്ടും? തമിഴ്നാട്ടിൽ പോയിട്ട് വന്നാൽ ചന്തി സീലടിച്ചു വിടും. ചന്തി സീലടിച്ചു വിട്ട കാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലായിക്കോണം അത് പാണ്ടിക്കാളയാണ്. നാടൻ കാളയുടെ ചന്തി സീലടിച്ചു വിടില്ല. അല്ല, ഈ തമിഴ്നാടിന്റെ കാളയിൽ സീലടിച്ചിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത്? നാം താൻ പാണ്ടിക്കാളെ. മാഷേ ഇനി സംശയം വേണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. പാടുമ്പോണ്ടല്ലോ ഒരൊറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു, അങ്ങനെ പാടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇഷ്ടംപോലെ ചാണകം കിട്ടൂല്ലേ? ചാണകം കിട്ടും. ഈ ചാണകം കളയരുത്. ചാണകം എന്ന് പറയുന്നത് ജൈവവളമാണ്. ഏറ്റവും വലിയ ജൈവവളമാണ് ചാണകം. അത് കമ്പോസ്റ്റിന് ഉപയോഗിക്കാം, ബയോഗ്യാസ് ഉണ്ടാക്കാം. അപ്പൊ ബാക്കി കുറച്ചെടുത്ത് നീ തിന്നെ. ഇതൊക്കെ ജൈവവളത്തിന് ഉപയോഗിക്കാവുന്ന കേസുകളാണ്. ഒന്നല്ലെങ്കിൽ സംഗീതം നടക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ നടക്കും. മനുഷ്യൻ ചിരിക്കാൻ വേണ്ടി എന്താ സംഭവം? അവനായിരുന്നു സംഗീതം പഠിപ്പിക്കണ്ട. അതിനകത്ത് നിങ്ങൾ പശുവിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. പശുവിനെ കൂട്ടി കുഴപ്പിക്കണല്ലോ. ഞങ്ങളുടെ ജീവിത പ്രശ്നമാണത്. എന്റെ ജീവിത പ്രശ്നമാണ് സംഗീതം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ. തനിക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് ഫീസ് തരണോ? ആ ഫീസ് തന്നെ. ഫീസ് തരണമെങ്കിൽ ഈ പശു ജീവിച്ചിരുന്നാലേ നടക്കത്തുള്ളൂ. പിന്നെ എന്നിട്ട് 3 മാസമായിട്ട് ഫീസ് വരല്ലേ? ഇനി നിങ്ങൾ വേറെ മാഷന്മാരെ നോക്ക്. എന്നിട്ട് നാണം കിട്ടാൻ പറ്റും. അങ്ങനെ പോവല്ലേ? വേണ്ട വേണ്ട അങ്ങനെ സാർ ഒന്ന് പറ. മാഷ പോകണം. ഞാൻ പോവുക. മാഷ എങ്ങനെ വന്നേ? ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് വന്നേ. അയ്യോ, ഓട്ടോറിക്ഷയ്ക്ക് വന്നെങ്കിൽ എന്നെയാ മൃഗാശുപത്രി അവിടെ ഒന്ന് ഇറക്കി. വല്ല കാര്യമുണ്ടോ? രണ്ടുപേരും പോയില്ലേ? ഡോക്ടറെ പോയി ഡോക്ടർ ഒരു കാര്യം പോലും പറഞ്ഞു തന്നില്ല. അതിന് മുമ്പ് ഡോക്ടർ പോയി പാകോതറും പോയി. കൊച്ചനെ അങ്ങനെ പാട്ട് പഠിക്കുന്ന എരണം കെട്ട പശുവാണ് തോന്നുന്നു. എരണം കെട്ട പശു. പശുവിനെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. എന്താ വേണം നോക്കിയിരിക്കുന്നേ?
നീ പോയി. തിരിഞ്ഞു നോക്കൂ വത്സ. അതാ നാം ഹിമാലയ സാന്നിധ്യത്തിൽ നിന്നും കടന്നു വരുന്ന ഒരു താപസ ശ്രേഷ്ഠനാണ്. അവിടുന്ന് ബസ്സിലാണ് നടന്നു വരെ. നടന്നല്ല വത്സ, കടന്നു വരുന്ന താപസനാണ്. അതുകൊണ്ട് താമസിക്കാൻ നാം ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ്. അയ്യോ 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 സ്വാമി, അനുഗ്രഹിക്ക സ്വാമി. അയ്യോ, അങ്ങ് ഒരു ദിവസം എന്റെ ഭവനം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്വാമി. നാം പറഞ്ഞില്ലേ ഭവനം സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ നാം വന്നിരിക്കും. അയ്യോ, ഞാൻ പോകുന്ന ആ സമയത്തിലെ സ്വാമിയാ. ഇതൊക്കെ ഉടായ്പ സ്വാമികൾ. പശുവിനെ വയ്യാത്തന്നെ ഞാൻ വിളിച്ചു വരുത്തിയതാ. പിന്നല്ല സ്വാമി, ഒന്നും വിചാരിക്കില്ല, ഞങ്ങൾക്ക് വിവരമില്ലാത്ത മൊത്തം പിന്നാക്കാ തലേല്. എന്താണ് ഭക്തയുടെ വിഷമം? എന്റെ വിഷമം പശുവിന് വയ്യ, പാല് കിട്ടുന്നില്ല സ്വാമി. അതാണോ വിഷമം? പരിഹാരം ഉണ്ടാക്കാം. ഓം ശിവാലി ശിവ. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ദിവ്യനാണ്. അത്ഭുതം അത്ഭുതം അറബിയ അത്ഭുതം. സ്വാമി മാപ്പു സ്വാമി. ഇത് വാങ്ങൂ ഭക്തേ. ഇട്ടോ സ്വാമി. ഇതെന്ത് കുടമാണ്? ഇത് കുടമെന്ന് പറഞ്ഞാൽ ഇനിയും പശുവിനെ കറക്കാൻ പോകുമ്പോൾ ഈ കുടം അകിടിന്റെ ചുവട്ടിൽ വെച്ചാൽ മതി, പാൽ തനിയെ വന്ന് നിറഞ്ഞുകൊള്ളു. ഇലക്ട്രോണിക് കുടമാണ്. അല്ല വത്സത്തിന്, തനിയെ വന്ന് നിറഞ്ഞുകൊള്ളു. അതെ. അപ്പൊ നാം തിരികെ യാത്രയാകുന്നു. അല്ല സ്വാമിജി, നമ്മളെ പശുവിന്റെ കാര്യമെല്ലാം കഴിഞ്ഞു. ഇനി പാല് കിട്ടും ഉറപ്പാണല്ലോ. ഇനി എനിക്കും കൂടെ ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട്. പറഞ്ഞുകൊള്ളൂ. നാളെ 1-ാം തീയതിയാണ്. ഒന്നുകൂടി പരിഹാരം ഉണ്ടാക്കാം. കണ്ണടച്ചുകൊള്ളൂ. അല്ല, കണ്ണടക്കാതല്ലേ നേരത്തെ കുടം കിട്ടിയത്. അപ്പൊ ഇതും കണ്ണടക്കണം. കണ്ണടച്ചില്ലെങ്കിൽ കുടം കിട്ടും. പക്ഷെ ഇത് മന്ത്രവാദിയാണെങ്കിലും സന്യാസിയാണെങ്കിലും ബിവറേജിൽ പോയി ക്യൂ നിന്നാലേ കിട്ടത്തുള്ളൂ. ഞാൻ പോയിട്ട് പെടാന്ന് മേടിച്ചോണ്ട് വരാം. ഈ നല്ല നല്ല സ്വാമിമാരെ പേര് കളയാൻ വേണ്ടി ഇതുപോലെ കുറെ സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. തഥാസ്തു. ഓ